നിലമ്പൂർ UDF ആത്മവിശ്വാസത്തിൻ്റെ മറുപേര് കൂടിയാണിന്ന്. അത്രമേൽ രാഷ്ട്രീയ പോരാട്ടമാണ് നിലമ്പൂരിൽ നടന്നത്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്, ഈ നേതാക്കളുടെയെല്ലാം ഇച്ഛാശക്തിയുടെ രാഷ്ട്രീയ നിലപാടിൻ്റെ വിജയം കൂടിയാണ് നിലമ്പൂർ നേടിയത്. 2026 ചൂണ്ടുപലക കൂടിയാണ് നിലമ്പൂർ. 2026 നിരവധി മണ്ഡലങ്ങൾ UDF ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ആ മണ്ഡലങ്ങളിൽ ഇരിക്കൂർ എന്നും UDFൻ്റെ കോട്ടയാണ്. ആ കോട്ടയെ സജീവ് ജോസഫ് എന്ന MLA ഉരുക്കു കോട്ടയാക്കി മാറ്റിയിട്ടുണ്ട് 4 വർഷം കൊണ്ട്. ഇരിക്കൂറിൻ്റെ ജനകീയ MLA ആയി, അവരുടെ പ്രിയപ്പെട്ട നേതാവായി ഈ 4 വർഷത്തിനുള്ളിൽ സജീവ് ജോസഫ് മാറി. അതിന് പല കാരണങ്ങളുമുണ്ട്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതി തന്നെയാണ്. അതിനുള്ള അംഗീകാരം വരും തെരഞ്ഞെടുപ്പുകളിലും UDFന്, സജീവ് ജോസഫിന് ഈ മണ്ഡലത്തിൽ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പ്. നിലമ്പൂരിൽ നിരവധി MLAമാർ അവിടെ ദിവസങ്ങളോളം ചെലവഴിച്ചു. അവിടുത്തെ ഓരോ വീടുകളിലും MLAമാരെത്തി. UDFൻ്റെ സംസ്ഥാന നേതാക്കളെല്ലാം അവിടെ തമ്പടിച്ച് പ്രവർത്തിച്ചു. അതിൻ്റെയൊക്കെ ഫലമാണ് അവിടെ ഉണ്ടായത്. അതുതന്നെയാണ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും സംഭവിക്കാൻ പോകുന്നതെന്ന് നേതാക്കൾ ആത്മവിശ്വാസത്തോടെ പറയുന്നുണ്ട്. കണ്ണൂർ വിഷൻ BMH ക്വസ്റ്റ്യൻ അവറിൽ ഈ ആഴ്ച നമ്മളോടൊപ്പം അതിഥിയായി ചേരുന്നത് ഇരിക്കൂറിൻ്റെ പ്രിയപ്പെട്ട MLA സജീവ് ജോസഫാണ്. എല്ലാ പ്രേക്ഷകർക്കും BMH കണ്ണൂർ വിഷൻ ക്വസ്റ്റ്യൻ അവറിലേക്ക് ഹൃദ്യമായ സ്വാഗതം സജീവ് ജോസഫ്. നിലമ്പൂരിൽ നമ്മൾ പറഞ്ഞതുപോലെ വലിയ ആത്മവിശ്വാസം UDFന് നൽകി അവിടെ ദിവസങ്ങളോളം പ്രവർത്തിച്ച, ഓരോ വീടുകളിലും പോയി പ്രവർത്തിച്ച ആ സംഘത്തിലെ ഒരു കണ്ണി കൂടിയാണ് താങ്കൾ. നിലമ്പൂർ ഏത് തരത്തിലാണ് UDFന് ആത്മവിശ്വാസം നൽകുന്നത്? നിലമ്പൂരിലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ഫലം UDFനെ സംബന്ധിച്ച് ആത്മവിശ്വാസത്തിൻ്റെ ഒരു അടയാളം കൂടിയാണ്. ഈ ഉപതെരഞ്ഞെടുപ്പിൽ UDFൻ്റെ വിജയം പൊതുവെ എല്ലാവരും പ്രതീക്ഷിച്ചതാണ്, മുൻകൂട്ടി പ്രവചിച്ചതുമാണ്. എല്ലാ മുന്നണികളും തെരഞ്ഞെടുപ്പ് പ്രതീക്ഷ വെക്കാറുണ്ടെങ്കിലും പൊതുവെ മാധ്യമങ്ങളാണെങ്കിലും രാഷ്ട്രീയ നിരീക്ഷകരാണെങ്കിലും UDFൻ്റെ വിജയം മുൻകൂട്ടി കണ്ടിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ആ പ്രതീക്ഷിച്ചതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നു. അതിന് പല ഘടകങ്ങളുമുണ്ട്. തിരഞ്ഞെടുപ്പിൻ്റെ വിജയത്തിൻ്റെ കാരണങ്ങൾ പലപ്പോഴായി നമ്മൾ ചർച്ച ചെയ്തതാണ്, മാധ്യമങ്ങളിലൂടെ ചർച്ച ചെയ്തതാണ്. തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട പ്രധാന കക്ഷിയായ ഇടതുപക്ഷവും എന്തൊക്കെയാണ് എന്നത് യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ടുണ്ട്. അവരുടെ തിരഞ്ഞെടുപ്പ് വിശകലനത്തിലും അത് പ്രതിഫലിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. UDFനെ സംബന്ധിച്ച് ഈ ഒരു വിജയം വരാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും വളരെ ആത്മവിശ്വാസം പകരുന്ന ഒന്നാണ്. സർക്കാരിൻ്റെ ജനദ്രോഹ നടപടികൾ, പ്രത്യേകിച്ച് കാർഷിക മേഖലയിലെ നിരവധിയായ പ്രശ്നങ്ങൾ, വന്യമൃഗശല്യം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ, സർക്കാരിനെതിരെയുള്ള അഴിമതി ആരോപണങ്ങൾ, ജനദ്രോഹപരമായിട്ടുള്ള നടപടികൾ, യുവാക്കളുടെ, വിദ്യാർത്ഥികളുടെയൊക്കെ അരക്ഷിതാവസ്ഥ, ഇതെല്ലാം വളരെ പ്രകടമായിരുന്നു. കേരളത്തിലെ കഴിഞ്ഞ നാളുകളിലെ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ UDF മികച്ച വിജയമാണ് കരസ്ഥമാക്കിയിരിക്കുന്നത്. അതിലേറ്റവും നല്ല ഒരു വിജയമാണ് ഏറ്റവും അവസാനത്തെ നിലമ്പൂരിലെ ഫലം. വളരെയേറെ പ്രതികൂലമായ ചില സാഹചര്യങ്ങളൊക്കെ അപ്രതീക്ഷിതമായിട്ടും ഈ തെരഞ്ഞെടുപ്പിൻ്റെ രംഗത്ത് വന്നെങ്കിലും ജനങ്ങളുടെ രോഷം, സർക്കാരിനെതിരെയുള്ള രോഷം എത്രമാത്രമാണ് എന്ന് പ്രകടമാക്കുന്ന ഒരു വിധിയാണ് വന്നത്. ചില ഘടകങ്ങൾ അനുകൂലമായി വന്നെങ്കിലും
പലപ്പോഴും തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തും മറ്റും പല പ്രവചനങ്ങളും അതിനിടയിലുമുണ്ടായി. പക്ഷേ അത്തരം താൽക്കാലിക കാര്യങ്ങൾക്ക് സ്ഥാനമില്ല എന്ന് തെളിയിക്കുന്ന, തികച്ചും രാഷ്ട്രീയം തന്നെ വിശകലനം ചെയ്ത, മറ്റ് ഗോസിപ്പുകൾക്കോ അല്ലെങ്കിൽ കിംവദന്തികൾക്കോ കള്ളപ്രചരണങ്ങൾക്കോ ഒന്നും നിൽക്കാതെ ഇതൊരു രാഷ്ട്രീയ യുദ്ധമാക്കി മാറ്റിയ ജനങ്ങളെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കാരണം ജനങ്ങളുടെ നിലനിൽപ്പാണ്, ജനങ്ങളുടെ ജീവിതമാണ് ഏറ്റവും പ്രശ്നമെന്ന് വളരെ വിശദമായി ചർച്ച ചെയ്ത ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ്, വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ അടുത്ത നാളുകളിലാണ്. ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ്, അതിന് തൊട്ട് പിന്നാലെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുകയാണ്. ജനങ്ങളത് പൂർണ്ണമായും ഉൾക്കൊണ്ട് മനസ്സിലാക്കി UDF അനുകൂലമായ ഒരു വിധിയെഴുത്ത് വന്നത്. അത് ഒരു കേവലം ഉപതെരഞ്ഞെടുപ്പ് ഫലം എന്നതിനപ്പുറം മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഭരണ സംവിധാനങ്ങളുമെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ അതിനെയൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടി നിന്നിട്ടും ഒട്ടും ഫലവത്തായില്ല എന്നുള്ള ആ ഒരു സാഹചര്യം വളരെ പ്രകടമാണ്. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലും ഇതിനേക്കാൾ രൂക്ഷമായിട്ടുള്ള അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ട് പ്രതീക്ഷിക്കുകയാണ്. അത് നമ്മുടെ പ്രവർത്തനത്തിൽ വലിയൊരു ആത്മവിശ്വാസം പകരുന്നു. വിജയത്തേക്കാൾ ഞങ്ങളെ സംബന്ധിച്ചൊരു സംതൃപ്തി ഒരു മനസ്സോടെ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു എന്നുള്ളതാണ്. നേതാക്കന്മാരും പ്രവർത്തകരും ഒരു മനസ്സായി നിന്നു പ്രവർത്തിച്ചു. വളരെ നല്ലൊരു ഐക്യം, മുന്നണിക്കകത്ത് ഐക്യം, പാർട്ടിക്കകത്ത് ഐക്യം, പ്രവർത്തകരിൽ ഐക്യം, അങ്ങനെ ഒരു മാതൃകാപരമായ പ്രവർത്തനം എതിർത്ത് നിൽക്കുന്ന കക്ഷികളും സെക്രട്ടറികളും പോലും നേതാക്കന്മാർ പോലും അത് പരക്കെ അംഗീകരിച്ച കാര്യമാണ്. ആ കൂട്ടായ്മ, ഐക്യം, അതാണ് പൊതുവെ എപ്പോഴും UDFന് പ്രതികൂലമായ ഘടകം പലപ്പോഴും ഐക്യത്തിൻ്റെ കുറവൊക്കെയാണ് പലപ്പോഴും പറയാറുള്ളത്, അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്ന വിമർശനം. പക്ഷേ ആ ഐക്യം തിരിച്ചു വന്നു പാർട്ടിയിൽ ഒറ്റക്കെട്ടായി ഒരു മനസ്സോടെ മുന്നോട്ട് പോകുന്നത്, മുന്നണിക്കകത്ത് മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും പ്രതീക്ഷാനിർഭരമാണ്. വളരെ ശക്തമായ സർക്കാർ വിരുദ്ധ തരംഗം സംസ്ഥാനത്ത് നിലനിൽക്കുകയാണ്. ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. അപ്പോൾ ഇടതുപക്ഷ വിശ്വാസികൾ പോലും ഈ ഗവൺമെൻറ് മാറണമെന്ന് ആഗ്രഹിക്കുന്ന, കാരണം അവരുടെ പാർട്ടിക്ക് പോലും നിലനിൽക്കണമെങ്കിൽ ഈ ഭരണത്തിൽ നിന്ന് മാറണമെന്നുള്ളൊരു ചിന്ത വളർന്നു വന്നത് വലിയൊരു സൂചനയാണ്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ അതാണ് ഞങ്ങൾക്ക് നൽകുന്ന വലിയൊരു ആത്മവിശ്വാസം. ഈ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷം വലിയ തോതിലുള്ള ചർച്ച ഈ അൻവറുമായി ബന്ധപ്പെട്ടൊക്കെയാണ്. അൻവർ അവിടെ ഒരു ഘടകമായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണോ താങ്കളുടെ, അവിടെ കുറേ നാളുകൾ അവിടെ പ്രവർത്തിച്ച ആ ഒരു നോക്കുമ്പോൾ അൻവർ ഒരു ഘടകമായി തന്നെ അവിടെ നിന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ടേ മതിയാകൂ. അദ്ദേഹം 20,000-ഓളം വോട്ട് പിടിച്ചത് അത് നിസ്സാരമായി തള്ളിക്കളയാൻ സാധിക്കുന്നതല്ല. 9 വർഷക്കാലം MLA ആയ ഒരു ജനപ്രതിനിധിയെ സംബന്ധിച്ച് അത്തരമൊരു സ്വാധീനം സ്വാഭാവികമാണ്. ഞാൻ അസ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമായിട്ടും കൂട്ടുന്നില്ല. പക്ഷേ അദ്ദേഹം 9 വർഷം MLA ആയി പ്രവർത്തിച്ചതിൻ്റെ ആ ബന്ധങ്ങളും ആ സ്വാധീനവുമൊക്കെ അദ്ദേഹത്തിന് ഈ വോട്ട് സമാഹരിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമായി. അതിൽ ഇപ്പോഴും എൻ്റെ ഒരു വിലയിരുത്തൽ അതിലൊരു ഏറിയ പങ്കല്ല, ഒരു 80% വോട്ടുകളും ഇടതുപക്ഷ വോട്ടുകളാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ വ്യക്തിപരമായ ബന്ധങ്ങളൊക്കെ എല്ലാ പാർട്ടിയിലും അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ആ നിലയിലൊക്കെ കുറച്ച് വോട്ടുകൾ, ഈ രാഷ്ട്രീയമല്ലാത്ത വോട്ടുകളൊക്കെ, നിഷ്പക്ഷവാദികളുടെ വോട്ടുകളൊക്കെ കുറേ സമാഹരിച്ചിട്ടുണ്ടാകാം. പക്ഷേ ഭൂരിപക്ഷം വോട്ടും സമാഹരിച്ചത്, ഭൂരിപക്ഷമല്ല സിംഹഭാഗവും സമാഹരിച്ചത് ഇടതുപക്ഷ മുന്നണിയുടെ വോട്ട്. 15,000-ഓളം വോട്ട് LDFന് അവിടെ കുറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അൻവറിലേക്ക് പോയി എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും അത് കൂടുതലും LDFനെ ബാധിച്ചിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങളും ഇടതുപക്ഷമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിച്ചവരും കൂടുതൽ ഇടതുപക്ഷ പ്രവർത്തകരായിരുന്നു. ഈ അൻവറിനെ മാറ്റി നിർത്തുക എന്നത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ എടുത്ത ഒരു ധീരമായ നിലപാട് അദ്ദേഹം പറഞ്ഞു. ആ നിലപാടിൽ അദ്ദേഹം തോറ്റാൽ അതിൻ്റെ ഉത്തരവാദിത്വം താൻ ഏറ്റെടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ധീരമായ നിലപാട് അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട്. ആ തീരുമാനത്തിൽ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനും നിർണായകമായ ഒരു പങ്കുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ നിലപാട് കൂടി അതല്ലായിരുന്നുവെങ്കിൽ മറ്റൊരു തീരുമാനം പ്രതിപക്ഷ നേതാവിനും എടുക്കാൻ കഴിയുമായിരുന്നില്ല. ആ ഒരു നിലപാട്
ശരിവെക്കുന്നതായില്ലേ തെരഞ്ഞെടുപ്പ് ഫലം? ഒരുപക്ഷെ അൻവറിനെ UDF എടുത്തിരുന്നുവെങ്കിൽ അതിൻ്റെ ഈ വിജയത്തിൻ്റെ ഫുൾ ക്രെഡിറ്റും അൻവർ അങ്ങ് കൊണ്ടുപോകുമായിരുന്നു. UDF പ്രത്യേകിച്ച് അഭിമാനിക്കാൻ കഴിയുന്ന ഒരു നേട്ടമായി അത് മാറില്ലായിരുന്നു. അപ്പോൾ ആ ഒരു തീരുമാനം ശരി എന്ന നിലയിലേക്ക് കോൺഗ്രസിൽ ചർച്ചകൾ മാറുകയാണോ? തീർച്ചയായിട്ടും UDF നിലപാടുകൾ ശരിയാണ് എന്ന് തെളിയിച്ചതാണ് തെരഞ്ഞെടുപ്പ് ഫലം. പ്രതിപക്ഷ നേതാവിൻ്റെ ശക്തമായ നേതൃത്വവും കൂട്ടായ ലീഡേഴ്സിൻ്റെ ചർച്ചകളും എല്ലാം ആണ് അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ അതിലൊന്നും അഭിപ്രായ വ്യത്യാസങ്ങളില്ലായിരുന്നു. പിന്നെ ഇക്കാര്യത്തിൽ അൻവറിനൊരു ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു, നിലപാടില്ലായിരുന്നു. അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചതുപോലെ മുന്നോട്ട് പോകാതിരുന്നത്. അത്തരമൊരു ഘട്ടത്തിൽ ഒരു ക്ലാരിറ്റി, ഒരു നിലപാട് കൃത്യമായി UDF തുടക്കം മുതലേ ഉയർത്തിപ്പിടിച്ചത് ഈ തെരഞ്ഞെടുപ്പിൽ വളരെ പോസിറ്റീവായ ഒരു ഘടകമായി മാറി. ശ്രീ PV അൻവറിൻ്റെ കാര്യത്തിൽ പാർട്ടിയും മുന്നണി എടുത്തിട്ടുള്ള ഒരു ധീരമായ തീരുമാനമായിരുന്നു. അതിൽ ഏറ്റവും ന്യായമായ ഒരു തീരുമാനമായിരുന്നു. പക്ഷേ പാർട്ടിയെയും മുന്നണിയെയും ഒക്കെ അതിലേക്ക് കടന്നു വരുമ്പോൾ അതിനെ പരസ്യമായി വിമർശിച്ച്, സ്ഥാനാർത്ഥിയെ വിമർശിച്ച്, എന്താണ് അദ്ദേഹത്തിൻ്റെ നിലപാട് എന്നതിനെ സംബന്ധിച്ച് പോലും ഒരു അവ്യക്തതയായിരുന്നു അൻവറിനെ സംബന്ധിച്ച്. അപ്പോൾ അതുകൊണ്ട് അൻവറിൻ്റെ ക്ലാരിറ്റി കുറവും നിലപാടില്ലായ്മയും അതുപോലെ തന്നെ UDF ക്ലാരിറ്റിയും ഉറച്ച നിലപാടും ഇത് വലിയ ഒരു ചർച്ചയായി. അത് UDF അനുകൂലമായിട്ടുള്ള വലിയ ഒരു ശക്തിയോടെ മുന്നോട്ട് പോകാൻ വേണ്ടി ഒരു പ്രധാന ഘടകമായി ആ നിലപാട് തന്നെ മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ ഒരു 100 സീറ്റ് എന്നുള്ളതാണല്ലോ ലക്ഷ്യം. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 100 സീറ്റ് എന്നുള്ള ലക്ഷ്യം, ആ ലക്ഷ്യത്തിലേക്ക് പോകാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷം കേരളത്തിൽ രൂപപ്പെട്ട് കഴിഞ്ഞു? തീർച്ചയായിട്ടും ഒരു വൻ ഭൂരിപക്ഷത്തോടെ UDF അധികാരത്തിലേക്ക് വരുന്ന ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ പ്രകടമായി വന്നിരിക്കുന്നത്. മുൻപും UDF അതുപോലെ ഒരു വൻ വിജയം നേടിയിരുന്നു. സമാനമായൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പോലെയല്ല, അന്ന് കോവിഡും അതിൻ്റെ പ്രശ്നങ്ങളും വ്യത്യസ്തമായ ഒരു തെരഞ്ഞെടുപ്പ് സാഹചര്യങ്ങളുമായിരുന്നു. അതിൽ നിന്നെല്ലാം വിഭിന്നമായി 9 വർഷക്കാലത്തെ പിണറായി വിജയൻ സർക്കാരിൻ്റെ വളരെ ജനദ്രോഹപരമായിട്ടുള്ള, അവരുടെ അണികൾക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഈ നിലപാടുകൾക്കെതിരെ വലിയൊരു വികാരം, ഒരു ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്ത് വരികയാണ്. പ്രത്യേകിച്ച് കാർഷിക മേഖലയിൽ, സാധാരണക്കാരുടെ ഇടയിൽ, തൊഴിലാളികൾക്കിടയിലെല്ലാം വലിയ ഒരു ആശങ്കാജനകമായ സാഹചര്യമാണ്. അതെല്ലാം വോട്ടായി പ്രതിഫലിക്കും. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ 100 കടക്കാനുള്ള എല്ലാ സാധ്യതയും ഇപ്പോഴത്തെ ഈ നിലയിൽ കാണാൻ സാധിക്കും. ഞങ്ങളും അതുകൊണ്ട് ആ ഒരു പ്രതീക്ഷയിലാണ്, ആത്മവിശ്വാസത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ഈ ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ സംസ്ഥാനം നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയായി വന്യമൃഗ ശല്യം വരികയാണ്. ഇരിക്കൂർ മണ്ഡലമായാലും മലയോര മേഖലയിലാകെ അതൊരു വലിയ പ്രശ്നമായി. കാർഷിക മേഖലയിലും വലിയ പ്രശ്നം ഈ മലയോര മേഖലയിലെ ജനങ്ങൾ അനുഭവിക്കുകയാണ്. വനം വകുപ്പ് പൂർണ്ണ പരാജയം എന്നുള്ള രീതിയിൽ UDF പറയുന്നുണ്ട്. ഈ പ്രശ്നങ്ങൾ വലിയ തോതിൽ രാഷ്ട്രീയമായി UDF ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് സർക്കാരിനെതിരായ ഒരു വികാരമായി മാറുന്നതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമായി മാറിയിട്ടുണ്ടോ? സർക്കാരിൻ്റെ ഒരു ആത്മാർത്ഥതക്കുറവ് ഏറ്റവും കാണാൻ സാധിക്കുന്ന, ദർശിക്കാൻ കഴിയുന്ന ഒരു വിഷയമാണ് ഈ വന്യമൃഗശല്യ വിഷയം. നമുക്കറിയാം, ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ ശശീന്ദ്രൻ, അദ്ദേഹം മികച്ച നേതാവാണ്, മികച്ച ഒരു മുതിർന്ന നേതാവാണ്. ആ നിലയിലൊക്കെ ഞങ്ങൾ ബഹുമാനിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു വകുപ്പ് അദ്ദേഹത്തിന് നന്നായി കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നില്ല. ഇടതുപക്ഷത്തു നിന്ന് പോലും CPM നിന്ന് പോലും വലിയൊരു വിമർശനങ്ങൾ അടുത്ത കാലത്ത് ഉയർന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ എല്ലാവരുടെയും സംശയം, എന്തുകൊണ്ട് അദ്ദേഹത്തിന് അങ്ങനെ അത് സാധിക്കുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് ഒരു മറിച്ച് തീരുമാനം ആ ഗവൺമെൻറ്റിലൊരു മാറ്റം മന്ത്രിയെ സംബന്ധിച്ചാണെങ്കിൽ എടുക്കുന്നില്ല എന്ന് സ്വാഭാവികമായിട്ട് വരുമല്ലോ. പിന്നെ നമുക്ക് ആലോചിക്കുമ്പോൾ മനസ്സിലാകുന്നത്, ഇതൊരു അനങ്ങാപ്പാറ വകുപ്പായിട്ട് സർക്കാർ തന്നെ ഇതിനെ കാണുന്നു എന്നുള്ളതാണ്. കാരണം ശശീന്ദ്രനെ ഇരിക്കട്ടെ, അദ്ദേഹം ഒന്നും ചെയ്യേണ്ട, സർക്കാരിന് ഒരു ആത്മാർത്ഥത ഇക്കാര്യത്തിലുണ്ടെങ്കിൽ, ഇനി മന്ത്രിയുടെ കാര്യത്തിലാണെങ്കിൽ, മന്ത്രിയുടെ പ്രവർത്തന പോരായ്മയാണെങ്കിൽ അത് പരിഹരിക്കാൻ സർക്കാർ ചെയ്യണമല്ലോ. അത് ചെയ്യാത്തത് വരുമ്പോൾ ഇദ്ദേഹത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഈ വകുപ്പിനെ ഒരു അനങ്ങാപ്പാറ വകുപ്പായി
സർക്കാർ തന്നെ, ഇടതുപക്ഷം തന്നെ ഇതിനെ മാറ്റിയിരിക്കുകയാണ്. കർഷകരോട് എന്തോ ഒരു പ്രതികാര നടപടിയാണ്, അല്ലെങ്കിൽ ഒരു നിലപാടാണ് ഇതിലെല്ലാം കാണുന്നത്. കാരണം ഇത്രയും ആൾ മരിച്ചു വീഴുമ്പോൾ ഒരു അസാധാരണ സാഹചര്യമല്ലേ. എത്ര പേരാണ് മരിച്ചത്? നൂറുകണക്കിന് ആളുകൾ മരിക്കുന്നു, 1000-ലധികം ആളുകൾ മരിച്ചിരിക്കുകയാണ് അടുത്ത കാലത്ത്. അപ്പോൾ ഇത് പഴയ സാഹചര്യങ്ങളിൽ പഴയ ഒരു ഗവൺമെൻറ്റും ഇതുപോലെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. കാരണം അക്കാലത്തൊക്കെ അന്നുണ്ടായിരുന്ന വന്യമൃഗ അക്രമങ്ങളിൽ അന്ന് ഒരു എല്ലാം എഫക്റ്റീവ് എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ തത്തുല്യമായ ഒരു പ്രതിരോധ സംവിധാനം സമയാസമയങ്ങളിൽ എടുത്തിരുന്നു. അത് വേലിയാകട്ടെ മറ്റേ കിടങ്ങുകളാകട്ടെ സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ഈ വന്യമൃഗശല്യം രൂക്ഷമായ ഈ ഘട്ടത്തിൽ വിഷയത്തിന് ആനുപാതികമായിട്ടുള്ള ഒരു നടപടികൾ വേണ്ടേ? ഇപ്പോഴും പഴയ 20-30 കൊല്ലം മുമ്പത്തെ നടപടികൾ തന്നെ മുന്നോട്ട് പോകുന്നു. പ്രതിരോധ സംവിധാനം ശക്തിപ്പെടുത്തുന്നില്ല, ബഡ്ജറ്റ് വിഹിതം കൂട്ടുന്നില്ല, അനുവദിച്ച തുക ചെലവഴിക്കുന്നില്ല, കേന്ദ്ര സർക്കാർ അനുവദിച്ച തുക ചെലവഴിക്കുന്നില്ല. അപ്പോൾ ഇതിലൊക്കെ പൊതുവെ കാണുമ്പോൾ ഒരു ആത്മാർത്ഥതയും ഇക്കാര്യത്തിൽ സർക്കാർ. അടുത്ത ദിവസമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ കർഷകർക്ക് വേണ്ടി ഒരു വാക്ക് ഈ ഇലക്ഷൻ്റെ സമയത്താണ് അദ്ദേഹം പറഞ്ഞത്. വേണമെങ്കിൽ വന്യമൃഗ അക്രമം വരുമ്പോൾ വെടിവെച്ച് കൊല്ലുന്നതും അതിനെ സംബന്ധിച്ചും പിന്നെ ഈ ആരെങ്കിലും പാചകമുറി കയറി നോക്കണമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞത് ഈ അടുത്ത കാലത്ത്. അത് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സ്റ്റണ്ടായിട്ട് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ. പക്ഷേ ഇത്രയും ഇതിൻ്റെ ഒരു ഗൗരവം, നമ്മളെക്കാളും ഓരോ നിമിഷവും ഇതിൻ്റെ ഗ്രാവിറ്റി മനസ്സിലാക്കാൻ കഴിയുന്ന മുഖ്യമന്ത്രിയും ഗവൺമെൻറ്റും എന്തുകൊണ്ടൊരു എഫക്റ്റീവായിട്ടുള്ള ഒരു സംവിധാനം ഇപ്പോഴും ചോദിച്ചാൽ പഠിക്കുക എന്നാണ് പറയുന്നത്. ഇതെങ്ങനെ പ്രതിരോധ സംവിധാനം ശക്തിപ്പെടുത്താൻ സാധിക്കുമെന്ന് പഠിക്കുന്നതാണ് പറയുന്നത്. AI ഉൾപ്പെടെയുള്ള ഏറ്റവും ശാസ്ത്ര സാങ്കേതിക വികാസം പ്രാപിച്ച ഈ കാലഘട്ടത്തിൽ ഇതിനെ പ്രതിരോധിക്കാൻ ഒരു പുതിയ സംവിധാനവും ഈ സർക്കാരിന് ചെയ്യാൻ സാധിക്കുന്നില്ല. ഇങ്ങനെ ആളുകൾ മരണപ്പെടുമ്പോൾ അതെല്ലാം സാധാരണക്കാരാണ്. ഇത്രയും ആളുകൾ മരിക്കുമ്പോൾ സർക്കാർ ഒരു നോക്കുകുത്തിയായി നിൽക്കുകയാണ്. അപ്പോൾ ഞാനത് ബഹുമാനപ്പെട്ട മന്ത്രിയെ കുറ്റപ്പെടുത്താൻ തയ്യാറില്ല. കാരണം അദ്ദേഹം ഇങ്ങനെയൊക്കെ പോയാൽ മതി എന്നുള്ള ഒരു നിലപാടാണ് സർക്കാരിൻ്റേത്. അതിപ്പോൾ ജനങ്ങൾക്ക് ഏതാണ്ട് മനസ്സിലായിരിക്കുകയാണ്. ഇത് ഏറ്റവും കൂടുതൽ രൂക്ഷമായി അനുഭവിക്കുന്നൊരു പ്രദേശമാണ് ഈ നിലമ്പൂർ. അപ്പോൾ അവിടെ ഞങ്ങൾ 100 കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയാനുണ്ട്, അഴിമതിയുടെ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും പറയാനുണ്ട്. പക്ഷേ അവരെ സംബന്ധിച്ച് അവരെ ബാധിച്ചൊരു വിഷയം എന്ന നിലയിൽ, നേരിട്ട് ബാധിച്ചൊരു വിഷയം എന്ന നിലയിൽ ഈ വന്യമൃഗശല്യം അവിടെ വലിയ ഞങ്ങൾ ചർച്ച ചെയ്തതിനേക്കാൾ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി അവർ വോട്ട് വിനിയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ മലയോരത്തെല്ലാം ആ ഒരു വികാരം പ്രകടമാണ്. അപ്പോൾ അത് സർക്കാർ ഇനിയും അത് ചെയ്യുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല. കാരണം അതിനുള്ളൊരു നടപടിയും ഒരു ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. അത് ഒരു തുടർച്ചയായ ഒരു പ്രക്രിയയാണ്. അപ്പോൾ അതിന് എന്താണ് ഇപ്പോൾ സർക്കാർ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും അവർക്ക് പറയാനില്ല. ഇതിനെ അനുശോചനം അറിയിക്കുക, ഈ മരിച്ച വീടുകളിൽ വരിക, അവർക്ക് 10 ലക്ഷം രൂപ കൊടുക്കാനുള്ള സംവിധാനം ചെയ്യുക എന്ന ഈ പരമ്പരാഗത ശൈലിയല്ലാതെ എന്താണ് ഈ സർക്കാരിന് പുതിയതായി പറയാനുള്ളത്? വന്യമൃഗശല്യം തടയാൻ ഈ 9 വർഷം കൊണ്ട് എന്ത് ചെയ്തു എന്ന് ശ്രീ പിണറായി വിജയനും മന്ത്രിമാർക്കും ഈ വകുപ്പിനും പറയാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് മന്ത്രിയുടെ പേരിൽ മാത്രം പഴി ചാർത്തി മന്ത്രി ഒന്നും ചെയ്യുന്നില്ല എന്ന് നമ്മൾ പറയും. പക്ഷേ അദ്ദേഹത്തെ കൊണ്ടിത് ചെയ്യിക്കാൻ ഒന്നും ചെയ്യാത്തത് തന്നെയാണ് സംശയമുണ്ടാകുന്നത്. സർക്കാരിൻ്റെ തന്നെ ഒരു മൗനമാണോ, സർക്കാരിൻ്റെ തന്നെ ഒരു ബോധപൂർവമായിട്ടുള്ളൊരു വീഴ്ചയാണോ എന്ന് ആരെങ്കിലും വിശ്വസിച്ചാൽ അത് തെറ്റു പറയാൻ സാധിക്കില്ല. UDF അധികാരത്തിൽ വരുമ്പോൾ ഈ മേഖലയിൽ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത്? UDF അധികാരത്തിൽ വന്നാൽ ഒരു സംശയമില്ല, അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജനകീയ പ്രശ്നം എന്ന നിലയിൽ ഒന്നാമത്തെ പ്രയോറിറ്റി ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പലപ്പോഴായി ചർച്ച നടത്തിയിരുന്നു. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് തന്നെ ഈ ഒരു വിഷയത്തിൻ്റെ ഗ്രാവിറ്റി മനസ്സിലാക്കിയിട്ടാണ് ഒരു മലയോര ജാഥ, ഇത്തരം ഒരു വിഷയത്തിൽ ആദ്യമായിട്ട് മലയോരത്തു കൂടി ഒരു ജാഥ നടത്തി, ഒരു UDFൻ്റെ സ്റ്റേറ്റ് ജാഥ നടത്തിയത് ഈ അടുത്ത കാലത്ത് മാത്രമാണ്. ഒരിക്കലും ഒരു പ്രതിപക്ഷവും ഒരു പാർട്ടിയും നടത്താത്ത കാരണം അതുപോലെ അതിൻ്റെ പ്രാധാന്യം ഉണ്ട് എന്നുള്ളതാണ് UDF തിരിച്ചറിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഒന്നാമത്തെ പ്രയോറിറ്റി ഈ കാര്യത്തിൽ ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാക്കുക. അതിന് ശാസ്ത്രീയപരമായ പഠനങ്ങൾ, ഇനി കൂടുതലായി ഒരു പ്രൈമറി കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി വലിയ പഠനത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഏറ്റവും മിനിമം ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ചെയ്യുക. അതിനകത്ത് അടിയന്തര സാഹചര്യത്തിൽ ചെയ്യേണ്ട പദ്ധതി നമുക്കുണ്ട്. ദൂരവ്യാപകമായി ദീർഘകാല പദ്ധതി നമുക്ക് നടപ്പിലാക്കണം. അങ്ങനെ വ്യത്യസ്ത ഘട്ടങ്ങളിലായി ഈ
പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി UDF ഏറ്റവും പ്രയോറിറ്റി നൽകും. കാരണം ഇനിയും ഒരു കർഷകൻ മരണപ്പെടാൻ നമുക്ക് അനുവദിക്കാൻ പറ്റില്ല. അതിന് എല്ലാ തലങ്ങളിലും അതിന് ഒരു ഉടച്ചു വാർക്കൽ ഉണ്ടാകണം. കേന്ദ്ര ഗവൺമെൻറ്റിൽ നിയമത്തിൽ എന്തെങ്കിലും ഭേദഗതി വരുത്തേണ്ടതായ ആ കാര്യങ്ങളിൽ നിരവധിയുണ്ട്. അതൊക്കെ സ്റ്റേറ്റ് ഗവൺമെൻറ് വളരെ ശക്തമായ നിലപാടെടുത്താൽ അത് സാധിക്കും. തമിഴ്നാട്, കർണാടക അത് കുറേ ചെയ്യുന്നുണ്ട്. കേരളത്തിൽ അത് ചെയ്യുന്നില്ല. അപ്പോൾ ആ നിലയിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അധികാരം പൂർണ്ണമായി ഉപയോഗപ്പെടുത്തി കേന്ദ്രത്തിൽ അതിശക്തമായിട്ടുള്ള സമ്മർദ്ദം ചെലുത്തി ഈ കാര്യത്തിൽ ശാശ്വതമായ പരിഹാരം, ഒന്നാമത്തെ പ്രയോറിറ്റി UDFനെ സംബന്ധിച്ച് വന്യമൃഗശല്യം പൂർണ്ണമായി തടയുക എന്നുള്ളതാണ്. ഇനി ഇതുപോലെ മരണമുണ്ടാകാൻ നമുക്ക് അനുവദിച്ചുകൂടാ. ഈ മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഈ വന്യമൃഗങ്ങൾ ഇങ്ങനെ കൂട്ടത്തോടെ ഈ നാടുകളിലേക്കൊക്കെ വരാൻ ഇപ്പോൾ പ്രത്യേകിച്ച് എന്താണ് കാരണം? ഈ കാര്യം മന്ത്രി AK ശശീന്ദ്രനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം തമാശ രൂപേണ ചിരിച്ചുകൊണ്ട് പറഞ്ഞത് ഞാൻ മന്ത്രി ആയതുകൊണ്ടായിരിക്കും എന്നുള്ള രീതിയിലാണ്. ഇങ്ങനെ രൂക്ഷമായ ഈ ആക്രമണത്തിലേക്ക് കാര്യങ്ങൾ എത്താൻ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച നമ്മുടെ വനം വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുള്ള ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച സംഭവിച്ചതുകൊണ്ടാണെന്ന് കരുതാൻ കഴിയുമോ? ഒറ്റ വാക്കിൽ ഞാൻ പറയാലോ, ഇരിക്കൂർ നിയോജകമണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ 6 പഞ്ചായത്തുകളും വനത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. 6 പഞ്ചായത്തും ഇവിടെ എല്ലാം വന്യമൃഗശല്യമുണ്ട്. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഞങ്ങൾക്ക് പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താനുള്ള അല്ലെങ്കിൽ വേലി ഉൾപ്പെടെ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഒന്നും തന്നെ നടന്നില്ല. വളരെ എക്സെപ്ഷനായ ഒരു കേസ് ഇപ്പോൾ കൃഷി വകുപ്പിൻ്റെ കേന്ദ്ര ഗവൺമെൻറ് കൂടി തന്നെ ഒരു പദ്ധതിയുടെ സഹകരണത്തോടെ സ്റ്റേറ്റ് ഗവൺമെൻറ് നടപ്പിലാക്കിയ ഒരു ചെറിയ പദ്ധതിയാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇതുവരെ ഞങ്ങൾക്ക് ഫെൻസിങ്ങിന് വേണ്ടി ഒരു തുക പോലും അനുവദിച്ചിട്ടില്ല. MLA ഫണ്ട് പോലും ഞങ്ങൾ ഉപയോഗപ്പെടുത്തി. ഉദയഗിരി പഞ്ചായത്തിൽ MLA ഫണ്ട് കൂടി ഉപയോഗപ്പെടുത്തിയാണ് വന്യമൃഗശല്യത്തിന് വേണ്ടി ഞങ്ങൾ ശ്രമിക്കുന്നത്. കേരളത്തിൽ ഒരു മണ്ഡലത്തിൽ അങ്ങനെ MLA ഫണ്ട് ഉപയോഗിച്ചിട്ടുണ്ടാവില്ല. മറ്റ് റോഡ് അതുപോലെ കലുങ്ക് കാര്യങ്ങൾക്ക് കെട്ടിടങ്ങൾക്കാണ് ഞങ്ങൾ ഉപയോഗിക്കാറ്. പക്ഷേ വന്യമൃഗശല്യത്തിന് MLA ഫണ്ട് പോലും ഉപയോഗിക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് ഇവിടെ എത്തിയിരിക്കുകയാണ്. മറിച്ച് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഇവിടെ നമുക്ക് വേലി നിർമ്മിക്കാൻ, ഫെൻസിങ് അതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള വളരെ കൃത്യമായ ഇടപെടലും ആ സമയത്ത് നടന്നിരുന്നു. കഴിഞ്ഞ 9 വർഷം ഇതില്ലാത്തത് കൊണ്ട് ഒരു സ്ഥലത്തും നമുക്ക് വേലിയില്ല. നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന വേലികളൊക്കെ നാശോന്മുഖമായിരിക്കുന്നു. അവിടെ കൃത്യമായി മെയിൻ്റനൻസ് ഇല്ല. അപ്പോൾ ഒരു ദിവസം ഉണ്ടായ വീഴ്ചയല്ല. 9 കൊല്ലമായി വലിയ ഒരു വീഴ്ച ഇക്കാര്യത്തിലുണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ പ്രതിരോധ സംവിധാനം പുതിയതുണ്ടാക്കുന്നതിനും പഴയത് നിലനിർത്താനും മെയിൻ്റെനൻസ് ചെയ്യാനും നടപടികൾ സ്വീകരിച്ചില്ല. 2 വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങാതിരിക്കാനുള്ള നടപടികൾ നമ്മൾ വനത്തിനുള്ളിൽ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിന് ആവശ്യമായ ഫണ്ടുകളുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ടുണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഫണ്ട്. അത് എത്രമാത്രം ചെയ്തു എന്ന് സർക്കാരിനൊന്ന് പറയാൻ സാധിക്കുമോ? നമ്മളെല്ലാവരും ചർച്ചയിൽ പറയുന്ന കാര്യങ്ങളില്ലേ, വെള്ളം, ഭക്ഷണം, ഇതൊക്കെ വന്യമൃഗങ്ങൾക്ക് കിട്ടിയെങ്കിൽ മാത്രമേ നാട്ടിലേക്ക് ഇറങ്ങാതിരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് എല്ലാവരും പരക്കെ അംഗീകരിക്കുന്ന കാര്യമാണ്. എന്താണ് ആ കാര്യത്തിൽ ചെയ്തത് എന്ന് സർക്കാർ തുറന്നു പറയാൻ തയ്യാറാണ്. ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ആവശ്യമായിട്ടുള്ള ഈ നമുക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള അവരുടെ ഉപകരണമില്ല, അവരുടെ ഇത് തടയാനുള്ള സംവിധാനങ്ങളില്ല, അവർക്ക് ഉപയോഗിക്കാൻ വാഹനങ്ങളില്ല, കൂടുതൽ അവരെ ആവശ്യത്തിനുള്ള സ്റ്റാഫിനെ നിയമിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ അതിനുള്ള ഫോറസ്റ്റേഷൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ എന്തുകൊണ്ട് ഇത്രയും ഈ പഴയ സംവിധാനം എത്രയോ 40-50 വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ചിട്ടുള്ള റേഞ്ച് ഓഫീസുകളാണ് ഇപ്പോഴും ഉള്ളത്. അപ്പം കൂടുതൽ രൂക്ഷമായ സ്ഥലത്തല്ലേ ഇത്തരം സ്റ്റേഷനുകളിൽ വേണ്ടത്. ഉദാഹരണത്തിന് ഇപ്പോൾ തളിപ്പറമ്പിൽ റേഞ്ച് ഓഫീസ്, കണ്ണൂർ ഓഫീസ്, ഇരിക്കൂർ നിയോജകമണ്ഡലത്തിൽ ഈ പേരട്ടയിൽ ഒരു ആന ഇറങ്ങിയെങ്കിൽ തളിപ്പറമ്പിൽ നിന്ന് വരണം. തളിപ്പറമ്പിൽ അല്ലല്ലോ ഫോറസ്റ്റ്. അപ്പോൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള ഭരണപരമായ കാര്യങ്ങളാണ്. അപ്പോൾ അതിലൊക്കെ കാലോചിതമായൊരു മാറ്റം വരുത്തുകയോ ഇവിടെ അഡീഷണൽ ആയിട്ടുള്ള ഫോറസ്റ്റ് സ്റ്റേഷൻ സ്ഥാപിക്കാനോ അവർക്കുള്ള എക്യുപ്മെൻറ്റ്സ് കൊടുക്കാനോ, അപ്പോൾ അവർക്ക് ഈ ആനയെ ഓടിക്കാൻ വേണ്ടിയുള്ള ഏറ്റവും എളുപ്പമാർഗ്ഗം എന്ന് പറഞ്ഞത് ഈ പടക്കം എറിയുക എന്നുള്ളത്. ആ പടക്കം പോലും അവർക്ക് കൊടുക്കുന്നില്ല. അവർക്ക് വാഹനം കൊടുക്കുന്നില്ല. അവരൊക്കെ ഓട്ടോറിക്ഷ പിടിച്ചാണ് വരുന്നത്. ഈ ഫോറസ്റ്റർമാരൊക്കെ വരുന്നത് പലപ്പോഴും ആളുകൾ വിളിക്കുമ്പോൾ ഓട്ടോറിക്ഷ പിടിച്ചാണ് വരുന്നത്. അപ്പോൾ അത്രയും ദയനീയമായ അവസ്ഥ. അപ്പോൾ ഇത്രയും ഗുരുതരമായ ഒരു പ്രശ്നത്തെ എത്ര ലാഘവത്തോടെയാണ് സർക്കാർ കാണുന്നത്. ഞാനതാ പറഞ്ഞത്, ഒരു ആത്മാർത്ഥക്കുറവാണ്. ഞങ്ങളെപ്പോഴും പറഞ്ഞു മുഖ്യമന്ത്രി ഇടപെടണം. ബഹുമാനപ്പെട്ട മന്ത്രി മാത്രം വിചാരിച്ച് നടക്കുന്ന കാര്യമല്ല. ഇതിനാവശ്യമായ ഫണ്ട് വേണം, അതിന് ആവശ്യമായ അലോട്ട്മെൻറ്റ് വേണം. ബഡ്ജറ്റിൽ നീക്കി വെച്ച പൈസ പോലും ചെലവഴിക്കുന്നില്ല. ഇനി ഗുരുതരമായ സാഹചര്യം വരുമ്പോൾ അതിനാവശ്യമായ കൂടുതൽ ഫണ്ട് കൊടുക്കുക, മുഖ്യമന്ത്രി നേരിട്ട് ഇടപെടുക, അത്തരം കാര്യങ്ങളൊന്നും കാണാതിരിക്കുമ്പോൾ വലിയൊരു അത്ഭുതമാണ്. മുഖ്യമന്ത്രി ഇക്കാര്യത്തിലൊക്കെ കൂടുതൽ ഉണർന്ന് പ്രവർത്തിക്കും ഞങ്ങൾ പ്രതീക്ഷിച്ചു. കാരണം ഇത്രയും ഗുരുതരമായ ഒരു പ്രശ്നം വരുമ്പോൾ
നമ്മൾ അതിർത്തികളിലെ ഈ മറ്റ് അയൽ രാജ്യങ്ങളുടെ വെടിയേറ്റ് മരിക്കുന്നവരെക്കാൾ എണ്ണം കൂടുതലല്ലേ ഇവിടെ ഇത്. അപ്പോൾ അതിനേക്കാൾ പ്രാധാന്യം കൊടുക്കണ്ടേ? മനുഷ്യജീവൻ അവിടെ അതിർത്തി മരിച്ചാലും ഇവിടെ ഫോറസ്റ്റിൻ്റെ അടുത്ത് മരിച്ചാലും ജീവനൊന്നു തന്നെയല്ലേ, നമ്മുടെ സിറ്റിസൺ അല്ലേ, നമ്മുടെ പൗരനല്ലേ. അപ്പം അതിനെ നമ്മൾ അതൊരു യുദ്ധത്തിൽ മരിക്കുന്ന അതേ ഗൗരവത്തിൽ തന്നെ കാണണം ഒരു മനുഷ്യൻ്റെ കാര്യത്തിൽ. അപ്പം അവർക്ക് നമ്മൾ ആദരം കൊടുക്കുന്നുണ്ട്, അത് ആദരം കൊടുക്കണം. പക്ഷേ ഇവിടെ മരിച്ചു വീഴുന്ന കർഷകന് നമ്മൾ സ്റ്റേറ്റ് കൊടുക്കുന്ന ഒരു സുരക്ഷിതത്വം കൊടുക്കാത്തതുകൊണ്ടാണ്. അവർ വനത്തിൽ പോയിട്ടല്ലല്ലോ അറ്റാക്ക് ചെയ്യുന്നത്, അവരെ ആക്രമിക്കുന്നത്. അവരുടെ വീട്ടിൽ കടന്നിറങ്ങുമ്പോൾ, അവരുടെ കൃഷിഭൂമിയിൽ കൃഷി ചെയ്യുമ്പോൾ, അവർ റോഡേ നടന്നു പോകുമ്പോൾ ഈ 8-9 കിലോമീറ്റർ, ഇപ്പോൾ ഉളിക്കൽ ടൗൺ എൻ്റെ വീടിൻ്റെ മുന്നിലാണ് ഇവിടെ കഴിഞ്ഞ വർഷം ജോസിയേട്ടൻ മരിച്ചത്. അപ്പോൾ 8 കിലോമീറ്റർ ദൂരെ നിന്നാണ് ആന വന്നത്. അപ്പോൾ അത് എന്ന് പറയും 8 കിലോമീറ്റർ ആന വന്നിട്ട് നമ്മുടെ ഈ സംവിധാനങ്ങൾക്കൊന്നും അത് അറിയാൻ പറ്റുന്നില്ലേ ഈ ആധുനിക കാലഘട്ടത്തിൽ. അപ്പോൾ അത്തരം ഒരു മിനിമം സാങ്കേതിക വിദ്യ പോലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ആരെയും ബ്ലെയിം ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല. ഗവൺമെൻറ്റിന് ഒരു ഇക്കാര്യത്തിലൊക്കെയുള്ള ഒരു ആവശ്യത്തിനനുസരിച്ച് ഉണർന്ന് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല, ഒട്ടും കഴിഞ്ഞിട്ടില്ല. അപ്പം പിന്നെ കൂടുതൽ ആലോചിക്കുമ്പോൾ നമുക്ക് തോന്നുന്നു ഇത് ഇങ്ങനെ മതി, ഇങ്ങനെ പോട്ടെ എന്ന് ഒരു സർക്കാരിനൊരു ആലോചന ഉണ്ടോ എന്ന് സംശയം. അതുകൊണ്ടാണ് ഈ മന്ത്രിയെ പോലും തിരുത്താൻ തയ്യാറാകുന്നത്. ഏതോ യോഗത്തിൽ കുറേ നേതാക്കന്മാർ മന്ത്രിയെ വിമർശിച്ചു എന്ന് കേട്ടു. പക്ഷേ എന്തുകൊണ്ട് അദ്ദേഹം എഫക്റ്റീവ് അല്ലെങ്കിൽ അദ്ദേഹത്തെ മാറ്റുന്നില്ല? മുഖ്യമന്ത്രി തന്നെ ആ വകുപ്പ് ഏറ്റെടുക്കേണ്ട ഒരു സമയം അതിക്രമിച്ചു കഴിഞ്ഞു. തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ നേരിട്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു അവസ്ഥയാണുള്ളത്. അദ്ദേഹം ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന ആളാണ്. പക്ഷേ ഈ തീരുമാനം എന്തേ വൈകുന്നത് എന്നുള്ളത് വലിയൊരു പ്രതിഷേധം തന്നെയാണ്. അപ്പം അത് എല്ലാം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. നമ്മൾ ഇരിക്കൂർ നിയമസഭാ മണ്ഡലത്തിലേക്ക് വന്നാൽ, ഇരിക്കൂർ താങ്കളുടെ ഒരു തട്ടകം എന്നുള്ള രീതിയിൽ UDFൻ്റെ ഒരു ഉൾക്കുകോട്ടയാണ് ഇരിക്കൂർ എന്ന് പറയുന്നത്. ഇരിക്കൂറിലെ 4 വർഷത്തെ പ്രവർത്തനം വിലയിരുത്തിയാൽ MLA സംതൃപ്തനാണോ? തീർച്ചയായിട്ടും ആത്മാർത്ഥമായ ഒരു പരിശ്രമം നടത്തി എന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത്. ഒരു പ്രതിപക്ഷ MLA എന്ന നിലയിൽ പരിമിതികളുണ്ട്, എല്ലാവർക്കും അറിയാം. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും നടന്നിട്ടില്ല. എന്നിരുന്നാലും പരമാവധി ഞാൻ പലപ്പോഴായി പറയുന്ന പോലെ മനുഷ്യ സാധ്യമായ കാര്യങ്ങളൊക്കെ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താനും മണ്ഡലത്തിന് വേണ്ടി നേടിയെടുക്കാനും പരിശ്രമിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. കഴിവിൻ്റെ പരമാവധി പരിശ്രമിച്ചിട്ടുണ്ട്. ചില മേഖലകളിൽ വലിയ ഒരു കൂട്ടായ്മ രൂപപ്പെടുത്താനും കുറേ കാര്യങ്ങൾ നേടിയെടുക്കാനും നമുക്ക് സാധിച്ചു. കുറേ കാര്യങ്ങൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി നമ്മളെ അത്തരം പദ്ധതികൾ നേടിയെടുക്കുന്നത് പരിഗണനയിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ചില കാര്യങ്ങൾ നമുക്ക് ഇനിയും വളരെ വിദൂരത്താണ്. നമുക്ക് അക്കാര്യങ്ങൾ നേടിയെടുക്കാൻ നമുക്കിനി കഴിയേണ്ടതായിട്ടുണ്ട്. ഒരു തുറന്ന പരിശോധന നടത്തുമ്പോൾ എനിക്കങ്ങനെയാണ് തോന്നുന്നത്. ഏതായാലും മുഴുവൻ സമയവും മണ്ഡലത്തിൽ നിറഞ്ഞു നിന്ന് നാട്ടുകാർ കൂടെ അവരുടെ വിഷമങ്ങളിലും അവരുടെ സുഖദുഃഖങ്ങളിൽ അവരുടെ കൂടെ നിൽക്കാൻ സാധിച്ചിട്ടുണ്ട്. അവരുടെ പ്രശ്നങ്ങൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ അക്കാര്യത്തിൽ ഒരു സംതൃപ്തിയുള്ളത് നമ്മുടെ റൊട്ടീൻ വർക്കല്ലാതെ, അതായത് സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് അല്ലെങ്കിൽ MLA ഫണ്ട് ഉപയോഗിച്ച് കുറേ കാര്യങ്ങൾ ചെയ്യുക എന്നതിനപ്പുറം നമ്മുടെ പ്രാദേശികമായ കുറേ പദ്ധതികൾ തദ്ദേശീയമായി തന്നെ രൂപകൽപ്പന ചെയ്യാനും, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിലും ടൂറിസം മേഖലയിലും കാർഷിക മേഖലയിലും നമ്മുടെ സ്വന്തം പദ്ധതികൾ, ഇരിക്കൂർ മണ്ഡലത്തിൻ്റേതായ പദ്ധതികൾ നമുക്ക് രൂപപ്പെടുത്താനും നാട്ടുകാരുടെ കൂട്ടായ്മയോടുകൂടി അത് സംഘടിപ്പിക്കാനും സാധിച്ചിട്ടുണ്ട്. ഫലത്തിൽ അത് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കൂടി ശക്തി പകരുന്ന കാര്യങ്ങളാണ്. കാരണം ടൂറിസം ഇൻവെസ്റ്റേഴ്സ് മീറ്റ് സർക്കാർ ചെയ്യുന്ന കാര്യങ്ങളാണ്. സാധാരണ ആദ്യമായിട്ടാണ് കേരളത്തിൽ ഒരു നിയോജകമണ്ഡലത്തിൽ ടൂറിസം ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നടത്തുന്നത്. സംസ്ഥാന ഗവൺമെൻറ് പോലും അതിന് ശേഷം നടത്തിയത്. 140 മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലത്തിൽ തന്നെ ഒരു ടൂറിസം ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നടത്തിയത് ആദ്യമായിട്ട് നമുക്ക് ഇരിക്കൂറിൽ നടത്താൻ സാധിച്ചു. ഡിപ്പാർട്ട്മെൻറ്റും അതിനകത്ത് സഹകരിച്ചു. പിന്നെ വിദ്യാഭ്യാസ മേഖലയിലും കഴിഞ്ഞ ഈ 4 വർഷക്കാലവും തുടർച്ചയായ ഇടപെടൽ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് വേണ്ടി ദിശാദർശനം എന്ന ഒരു പദ്ധതി തന്നെ നമ്മൾ രൂപകൽപ്പന ചെയ്തു. അധ്യാപകരും രക്ഷിതാക്കളുടെയും ഒക്കെയുള്ള ഒരു കൂട്ടായ്മയാണ്, വിദ്യാഭ്യാസ പ്രവർത്തകരുടെ ഒരു കൂട്ടായ്മയാണ്. അതിൽ കുട്ടികളെ സഹായിക്കാൻ വേണ്ടിയുള്ള കുറേ
കാര്യങ്ങൾ അക്കാര്യത്തിൽ ചെയ്തു. പ്രത്യേകിച്ച് അതിലേറ്റവും കൂടുതൽ എനിക്കൊരു സംതൃപ്തി കിട്ടിയത് ഒരു ഭാഷാമൃതം എന്ന ഒരു പദ്ധതിയാണ്. പ്രൈമറി വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു ഭാഷാ പരിപോഷണ പദ്ധതി എന്ന നിലയിൽ പൈലറ്റ് പ്രൊജക്റ്റായിട്ട് 2ാം ക്ലാസ്സിലെ മലയാളവും 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷും ആണ് ഞങ്ങൾ പരീക്ഷണാടിസ്ഥാനത്തിൽ എടുത്തത്. അതിന് വലിയൊരു എഫക്റ്റ് ഉണ്ടായി. നമ്മുടെ സ്റ്റേറ്റിൽ തന്നെ ഈ ഭാഷാ മികവിൽ ഇരിക്കൂർ ഉപജില്ല മുന്നിലേക്ക് വന്നു എന്നുള്ളതാണ്, ഏറ്റവും മുന്നിലേക്ക് വന്നു എന്നുള്ളത് ഒരു വ്യക്തിപരമായിട്ട് കൂടി ഒരു സന്തോഷം കിട്ടിയ കാര്യമാണ്. അതൊക്കെ ഞാൻ ഒറ്റയ്ക്കല്ല, എല്ലാവരും അധ്യാപകരും നമ്മുടെ സ്കൂളുകളും ഒക്കെ സഹകരിച്ചാണ് അത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കാർഷിക മേഖലയിലും ഒരു കർഷക സംഗമം തന്നെ കൃഷി വകുപ്പിൻ്റെ കൂടി സഹകരണത്തോടു കൂടി നമുക്ക് നടത്താൻ സാധിച്ചു. കാർഷിക മേഖലയിലെ ഒരു പ്രതിസന്ധിയുണ്ട്. അപ്പോൾ അത് പരിഹരിക്കാനുള്ള പരിമിതികളുണ്ടെങ്കിലും സർക്കാരിൻ്റെ സജീവ ശ്രദ്ധയിലേക്ക് ഈ വിഷയം കൊണ്ടുവന്ന് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തി വരികയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ തദ്ദേശീയമായ കുറേ പദ്ധതികൾ നമുക്ക് നമ്മുടെ മണ്ഡലത്തിൽ നാട്ടുകാരുടെ സഹകരണത്തോടെ രൂപപ്പെടുത്താനും നടത്താനും സാധിച്ചു എന്നുള്ളത് ഒരു സന്തോഷകരമായ കാര്യമാണ്. ഒപ്പം സർക്കാരിൻ്റെ പരമാവധി കാര്യങ്ങൾ പ്രതിപക്ഷ എം എൽ എ എന്ന നിലയിൽ നമുക്ക് ഫണ്ട് കിട്ടുന്നത് വളരെ കുറവാണ്. ഞങ്ങൾ നിയമസഭയിൽ ശക്തമായ പ്രതിഷേധങ്ങൾ ആ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ റോഡ് ആവശ്യമുള്ള മണ്ഡലമാണ്, ഏറ്റവും കൂടുതൽ പാലങ്ങൾ ആവശ്യമുള്ള മണ്ഡലമാണ്, അതുപോലെ തന്നെ ഒട്ടേറെ അടിസ്ഥാന സൗകര്യ വികസനം ആവശ്യമുള്ള മണ്ഡലമാണ്. പക്ഷേ പലപ്പോഴും എല്ലാ മണ്ഡലങ്ങൾക്കും പൊതുവെ കൊടുക്കുന്ന ഫണ്ട് ഒരുപോലെയാണ്. പക്ഷേ ഈ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ പ്രതിപക്ഷ എം എൽ എമാരോട് ഒരു ചിറ്റമ്മ നയമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഞങ്ങളത് നിയമസഭയിൽ തന്നെ പറഞ്ഞ കാര്യമാണ്. ഇവിടെ നമുക്കുള്ള ആവശ്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ വളരെ പരിമിതമായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് സർക്കാർ നൽകിയിട്ടുള്ളത്. അത് സർക്കാരിനോട് ഞങ്ങൾ ആ കാര്യം പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. കുറേ റോഡുകൾ, പാലങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. എല്ലാ മണ്ഡലത്തിനും ആനുപാതികമായിട്ടുള്ള ന്യായമായിട്ടുള്ള ഒരു വിഹിതമാണ് നമുക്ക് ലഭിക്കേണ്ടത്. അപ്പോൾ അതിന് ഒരു പരിഹാരം നമുക്കുണ്ടാക്കണം. നമുക്കിനി കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഇനി ഇടപെടൽ നമുക്ക് ആവശ്യമായത് ആരോഗ്യരംഗത്ത്, കാരണം നല്ലൊരു ചികിത്സാ കേന്ദ്രം നമുക്കില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ ഹൃദ്രോഗികളെ സംബന്ധിച്ചൊക്കെ അവർ കണ്ണൂരേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലേക്ക് എത്തുമ്പോഴത്തേക്ക് പലപ്പോഴും മരണപ്പെടുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അതിനൊക്കെയുള്ള സൗകര്യമുള്ള ഒരു ആശുപത്രി നമുക്ക് നാട്ടിലില്ല എന്നുള്ളത് ഒരു കുറവാണ്. പക്ഷേ ഈ ആരോഗ്യ മേഖലയുടെ ഒരു സിസ്റ്റം അതൊരു എത്രയോ വർഷങ്ങളായി കേരളം രൂപീകരിച്ച അന്ന് മുതൽ ഒരു സിസ്റ്റമുണ്ട്. പ്രൈമറി ഹെൽത്ത് സെൻറ്റർ, താലൂക്ക് ഹോസ്പിറ്റൽ, ജില്ലാ ഹോസ്പിറ്റൽ, മെഡിക്കൽ കോളേജ്. അപ്പോൾ അത് അങ്ങനെ ഒരു പാറ്റേണാണ്. അതിനിടയിൽ ഒരു എം എൽ എക്ക് മാത്രമായിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ചെയ്യേണ്ടത് റിമോട്ട് ഏരിയാസിൽ പെട്ടെന്ന് ഒരു അരമണിക്കൂർ കൊണ്ട് എങ്കിലും ഏത് പ്രദേശത്തു നിന്നും ഒരു അടിയന്തര സാഹചര്യത്തിൽ ഒരു എമർജൻസി കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആശുപത്രി സൗകര്യം ഈ റിമോട്ട് ഏരിയകളിൽ ഉണ്ടാകണമെന്നുള്ളതാണ്. അപ്പോൾ പഴയ ആ സിസ്റ്റം വെച്ച് പ്രൈമറി ഹെൽത്ത് സെൻറ്ററിൽ ഒരു IP പോലും ഇല്ല, പിന്നെ താലൂക്ക് ആശുപത്രി പോലും IP ഇല്ല എന്ന് പറഞ്ഞാൽ കിടത്തി ചികിത്സയില്ല. അങ്ങനെ വരുമ്പോൾ ഈ സാധാരണ പേഷ്യൻസ് പോലും ഇപ്പം ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് വരണം, വലിയ ആശുപത്രികളിലേക്ക് പോകണം, സ്വകാര്യ ആശുപത്രികളിലേക്ക് വലിയ ചികിത്സാ ചെലവ് താങ്ങാൻ കഴിയുന്നില്ല. അതിനേക്കാളപ്പുറം അവിടേക്ക് എത്തുന്നതിന് മുമ്പ് ചിലപ്പോൾ മരണപ്പെടുന്ന സാഹചര്യമാണ്. പാമ്പ് കടിയേറ്റാൽ ഇരിട്ടി പോലും ഇല്ല. ഇരിട്ടി താലൂക്ക് ഹെഡ് ക്വാർട്ടേഴ്സാണ്. ഇരിട്ടിയിൽ IP ഉണ്ട്. ഇരിക്കൂറിൻ്റെ താലൂക്ക് ഹെഡ് ക്വാർട്ടേഴ്സ് ആശുപത്രി ഇരിക്കൂറിലാണ്. അവിടെ IP ഇല്ല, കിടത്തി ചികിത്സയില്ല. അപ്പോൾ ഒരു താലൂക്ക് ആശുപത്രി പോലും കിടത്തി ചികിത്സയില്ല. താലൂക്ക് ആശുപത്രി നിർബന്ധമായും കിടത്തി ചികിത്സ വേണ്ടതാണ്. അപ്പം ഞാൻ ഈ കഴിഞ്ഞ നാളുകളിൽ അന്വേഷിച്ചപ്പോഴത്തേക്ക് പിണറായി പോലും ഇല്ലെന്നായിരുന്നു ഞാൻ കേട്ടത്. പിണറായി താലൂക്ക് ആശുപത്രിയുടെ ഗ്രേഡാണ് അവിടെ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏതായാലും പിണറായി ആശുപത്രിയിലും കിടത്തി ചികിത്സയില്ല. പിന്നെ തലശ്ശേരി ഉണ്ടെന്ന് വിചാരിക്കാം. പിണറായി നിന്ന് തലശ്ശേരിയിലേക്ക് പേഷ്യൻസിനെ കൊണ്ടുപോകാം. ഇവിടെ ഒരു അസുഖം വന്നാൽ നമുക്ക് കണ്ണൂരേക്ക് എത്തിക്കാൻ പലപ്പോഴും സാധിക്കുന്നില്ല, ബ്ലോക്ക്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഹൃദ്രോഗം, അതുപോലെ ഈ സ്ട്രോക്ക്, ഇത് രണ്ടും പെട്ടെന്ന് ആശുപത്രി എത്തിച്ചാലേ നമുക്ക് രക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ ഇത് ഈ പഴയതുപോലെയല്ല, ഇപ്പം ഇത് വളരെ കൂടുതൽ വന്നിരിക്കുക, നാട്ടിലാകെ വ്യാപകമായിരിക്കുകയാണ് ഈ അസുഖം. അപ്പോൾ അത് നമ്മൾ 50 കൊല്ലത്തെ മുമ്പത്തെ സിസ്റ്റം വെച്ച് പോയാൽ ശരിയാകും. അപ്പോൾ അതിന് എമർജൻസി സൗകര്യമുള്ള ആശുപത്രി, അതൊക്കെ ഒരു ആശുപത്രി മതി. അതിന് പ്രൈവറ്റ് ആശുപത്രിയായിട്ട് ചേർന്നിട്ട് ഗവൺമെൻറ് എന്തൊക്കെ ആലോചന നടത്താം നമുക്ക്. സർക്കാരിൻ്റെ മാത്രമല്ല പ്രൈവറ്റിനെയും കൂടെ കൂട്ടി നമുക്ക് ചെയ്യാമല്ലോ. ഒരു എമർജൻസി യൂണിറ്റെങ്കിലും ഒരു നിയോജകമണ്ഡലത്തിൽ ഞാൻ പറയുന്നില്ല, ഏത് സ്ഥലത്തുനിന്നും ഒരു അരമണിക്കൂർ ഉണ്ടെങ്കിലും എത്തിയാലേ ആൾ രക്ഷപ്പെടും.
ഇത് 3 മണിക്കൂറൊക്കെ യാത്ര ചെയ്ത് എങ്ങനെ നമുക്ക് ആളെ രക്ഷിക്കാൻ സാധിക്കും? അപ്പോൾ അതിന് നയപരമായ തീരുമാനം ആവശ്യമാണ്. ഇരിക്കൂറിന്റെ MLA ആണ് താങ്കൾ. ഇരിട്ടിയിലെങ്കിലും ഇത്തരൊരു സംവിധാനം വേണം എന്നൊരാവശ്യം പേരാവൂരിന്റെ ഭാഗമായി ഇരിട്ടിയിലെങ്കിലും ഈ ഒരു സംവിധാനം വേണം എന്നാണോ? ഇരിട്ടിയിലെങ്കിലും, ഇരിട്ടി കിട്ടിയാൽ നമുക്ക് വളരെ സന്തോഷം. അതേസമയം നമുക്ക് ആലക്കോട്, ഉദയഗിരിയുള്ളവർക്ക് കണ്ണൂർ എത്തണം, അവിടെയും വേണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അവിടെ പിന്നെ തളിപ്പറമ്പിൽ പോലും ആ സൗകര്യങ്ങളില്ല. അപ്പോൾ അത് എവിടെ വേണമെന്നുള്ളത് ഒരു കൂട്ടായിട്ട് ആലോചന നടത്തി, കുറേ റിമോട്ടായിട്ടുള്ള ഏരിയസിൽ അത് ഒരു ആലോചന നടത്തി നമുക്ക് ഈ എമർജൻസി കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആശുപത്രി സംവിധാനം നമുക്ക് വേണം. ഇപ്പോൾ തളിപ്പറമ്പിനെയും ഇരിക്കൂറിനെയും നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ തളിപ്പറമ്പ് ഭരണപക്ഷത്തെ MLA ആണ്, MV ഗോവിന്ദൻ MLA ആണ്, ഇരിക്കൂർ പ്രതിപക്ഷ MLA ആണ്. ഈ 2 മണ്ഡലങ്ങളിലും വലിയ തോതിലുള്ള വിവേചനം ഈ സർക്കാർ കാണിച്ചിട്ടുണ്ടോ? വലിയ വിവേചനം കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും ഈ വിവേചനം പ്രകടനമാണ്. പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ തന്നെ. കാരണം CPM-ൻ്റെ ഉന്നത നേതാക്കന്മാരെല്ലാം കണ്ണൂരിൽ നിന്നാണ് കൂടുതൽ. അപ്പോൾ ബഡ്ജറ്റ് വന്നാലും മറ്റേത് അലോക്കേഷൻ വന്നാലും ഈ വലിയ ഒരു വ്യത്യാസമാണ്. ഞങ്ങൾ കൊടുക്കുന്ന ചെറിയ പ്രൊപ്പോസലുകൾക്കാണ്, ചെറിയ വർക്കുകളാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. പക്ഷേ തളിപ്പറമ്പും മട്ടന്നൂരും ധർമ്മടത്തൊക്കെ വലിയ പദ്ധതികൾ കൊടുക്കുന്നു, വലിയ ഫണ്ട് കൊടുക്കുന്നു. അതിലൊക്കെ വലിയൊരു വിവേചനം സർക്കാർ കാണിക്കുകയാണ്. പലപ്പോഴായി ഞങ്ങളത് നിയമസഭയിൽ പറഞ്ഞതാണ്. പിന്നെ MLA ഫണ്ട് അത് പിന്നെ നിശ്ചിതമാണ്, അത് മാത്രമേ കൂട്ടാൻ പറ്റാത്തുള്ളൂ. കേരളം മുഴുവൻ ഒറ്റ പാറ്റേണുള്ളത്. MLA ഫണ്ട് എല്ലാവർക്കും 5 കോടി രൂപയാണ്. SDF എന്ന് പറയുന്ന 1 കോടി രൂപ. അങ്ങനെ അത് മാത്രമേ കോമൺ ആയിട്ടുള്ളൂ. ബാക്കി സർക്കാരിൻ്റെ വിവേചന അധികാരം ഉപയോഗിച്ച് കൊടുക്കാൻ പറ്റുന്നത് പൂർണ്ണമായും വിവേചനപരമായിട്ടാണ് കൊടുക്കുന്നത്. പക്ഷേ നിരവധി റോഡുകൾ, പാലങ്ങൾ ഈ കിഫ്ബി പദ്ധതിയൊക്കെയായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ മണ്ഡലങ്ങളിലും നൽകി എന്നാണ് മന്ത്രി റിയാസ് ആയാലും മുഖ്യമന്ത്രി ആയാലും എല്ലാവരും പറയുന്നത്. ഒരു വിവേചനം തങ്ങൾ കാണിച്ചിട്ടില്ല. അതിന് ഉദാഹരണങ്ങളായി അവർ കുറേ റോഡുകളും പാലങ്ങളും ഒക്കെ എടുത്ത് കാണിക്കുന്നുമുണ്ട്. അത് പ്രസംഗങ്ങളിൽ മാത്രമേ ഉള്ളൂ. ഇവിടെ തികഞ്ഞ വിവേചനമാണ് നടക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും മിനിമമാണ് തരുന്നത്. പ്രതിപക്ഷ മണ്ഡലങ്ങളിൽ ഏറ്റവും മിനിമമാണ് തരുന്നത്. കൊടുക്കുന്നുണ്ടോയെന്ന് വെച്ചാൽ കൊടുക്കുന്നുണ്ടല്ലോ, പക്ഷേ വളരെ കുറഞ്ഞ നിലയിലാണ് പ്രതിപക്ഷ മണ്ഡലങ്ങളിൽ കൊടുക്കുന്നത്. അതിൻ്റെ 10 ഇരട്ടിയാണ് ഭരണപക്ഷ മണ്ഡലങ്ങളിൽ കൊടുക്കുന്നത്. 10 ഇരട്ടിയാണ് കൊടുക്കുന്നത്. അപ്പോൾ കൊടുക്കുന്നുണ്ടെന്ന് വെച്ചാൽ കൊടുക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ലോ. കൊടുക്കുന്നത് വളരെ അപൂർവമാണ്. നമ്മൾ വളരെ 10 വർഷം ഈ ഇരിക്കൂർ മണ്ഡലം പിന്നോട്ട് പോയി. 9 വർഷം കൊണ്ട് നമുക്ക് കിട്ടേണ്ടിയിരുന്ന കുറേ പദ്ധതികൾ നമുക്ക് ഈ സർക്കാരിൻ്റെ ഈ നിലപാട് കൊണ്ട്, ഒരു രാഷ്ട്രീയപരമായ നിലപാട് കൊണ്ട്, ഈ വിവേചനം കൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. പിന്നെ അതിൽ ഓരോന്നും ഞാനത് പ്രത്യേകിച്ച് ഓരോ മന്ത്രിമാരെയും വ്യക്തിപരമായി കണ്ട് കൃത്യമായി ഫോളോ അപ്പ് ചെയ്ത് ഓരോന്നും വാങ്ങിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പമൊക്കെ അതിൻ്റെ ഭാഗമായി നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ വലിയ പദ്ധതികളൊക്കെ അവിടെ പെൻഡിങ്ങിൽ നിൽക്കുകയാണ്. പ്രത്യേകിച്ച് ഈ കണ്ണൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ് നമ്മുടെ ടൂറിസം കേന്ദ്രമാണ്. പൈതമല, പാലക്കയംതട്ട് ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങൾ. 1 രൂപ പോലും ഇപ്പോൾ ടൂറിസത്തിലെ വലിയ മാറ്റം ഉണ്ടാക്കിയെന്നല്ല പറഞ്ഞത്. ഇപ്പോൾ റിയാസ് മിനിസ്റ്റർ പറഞ്ഞതല്ല പറഞ്ഞത്, ഞാൻ മിനിസ്റ്ററുടെ മുന്നിൽ തന്നെ പറഞ്ഞതാണ്, നിയമസഭയിൽ പറഞ്ഞതാണ്. 1 രൂപ പോലും ഈ ടൂറിസം വകുപ്പ് ഈ ഇരിക്കൂർ നിയമമണ്ഡലത്തിൽ തന്നിട്ടില്ല. പക്ഷേ ഈ ബഡ്ജറ്റിൽ ഞാൻ എഴുതി കൊടുത്ത പ്രപ്പോസലാണ്. MLA-മാർക്ക് പ്രപ്പോസൽ കൊടുക്കാമല്ലോ. അതായത് ഓരോ മണ്ഡലത്തിലും ബഡ്ജറ്റിൽ അനുവദിക്കും തുക. അത് ഞാൻ ആ പ്രയോറിറ്റി വെച്ച് കൊടുത്തുകൊണ്ട് മാത്രം കിട്ടിയതാണ്. ഈ വർഷം 1 കോടി കിട്ടി, കഴിഞ്ഞ വർഷം 1 കോടി കിട്ടി, 1.25 കോടി കിട്ടി. പിന്നെ കുറേ പദ്ധതികൾ നമ്മൾ സർക്കാരിന് കൊടുത്തിട്ടുണ്ട്. സർക്കാരായിട്ട് ഇതുവരെ 1 രൂപ പോലും ഇരിക്കൂർ മണ്ഡലത്തിൽ ടൂറിസം വികസനത്തിന് തന്നിട്ടില്ല. മറിച്ച് ഇവിടെ ഇന്ന് ഈ പറയുന്ന എൻട്രി ഫീസൊക്കെ DTPC വാങ്ങി പോകുന്നുണ്ട്. നിലവിലുണ്ടായിരുന്ന DTPC സെൻറ്റർ അടച്ചുപൂട്ടിയിരിക്കുന്നു. പൈതമലയിലെ DTPC സെൻറ്റർ അടച്ചുപൂട്ടിയിട്ട് 4-5 വർഷമായി, തുറന്നിട്ടില്ല. അതിൻ്റെ ഫണ്ട് ലാപ്സായിപ്പോയി, അതിൻ്റെ മെയിൻ്റനൻസിൻ്റെ ഫണ്ട് ലാപ്സായിപ്പോയി. പാലക്കയംതട്ട് 4 വർഷമായിട്ട് അടച്ചുപൂട്ടിയിരിക്കുകയായിരുന്നു. ഞങ്ങൾ നിരന്തരം, ഞാൻ പറഞ്ഞല്ലോ, ഇത്രയും ഞങ്ങൾ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നടത്തി, ഇത്രയും തദ്ദേശീയമായി ചെയ്തിട്ടും സർക്കാർ പോസിറ്റീവായിട്ട് നിന്നിട്ടില്ല. പാലക്കയംതട്ട് ഇപ്പോൾ നിരന്തരമായ പ്രശ്നത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അവസാനം ടെൻഡർ വിളിച്ചിപ്പോൾ എടുത്തിരിക്കുന്നത്. വലിയ ടൂറിസം സാധ്യതകളെയാണ് ഇല്ലാതാക്കിയത്. ശരിക്കും മലയോര മേഖലയുടെ ഒരു മുഖച്ഛായ തന്നെ ഈ ടൂറിസം പദ്ധതിയിലൊന്നും ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ തന്നെ മാറ്റാൻ കഴിയും. ടൂറിസത്തിൽ ഞാനതാ പറഞ്ഞത്, ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ പറയട്ടെ, ഒരു മണ്ഡല അടിസ്ഥാനത്തിൽ ഇതുപോലെ ടൂറിസത്തിന് വേണ്ടി സപ്പോർട്ട് കൊടുത്ത ഏതെങ്കിലും MLA അല്ലെങ്കിൽ ഏതെങ്കിലും മണ്ഡലം ഉണ്ടോ എന്ന് ചോദിക്കട്ടെ, പറയട്ടെ. എവിടെയില്ല. അത് പക്ഷേ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നടത്തി, രണ്ടാമതായിട്ട് റിവ്യൂ മീറ്റ് നടത്തി,
വ്യവസായ വകുപ്പിനെയും ടൂറിസം വകുപ്പിനെയും താങ്കളുടെ ഈ പ്രവർത്തനത്തെ റിയാസ് മിനിസ്റ്റർ തന്നെ പ്രകീർത്തിച്ച് പറയുന്നതായി സംസാരത്തിലൊക്കെ കേട്ടിട്ടുണ്ട്. സജീവ് ജോസഫിന്റെ ഇടപെടൽ വളരെ നിർണായകമായി എന്നൊക്കെ പറയുന്ന പല സ്ഥലത്തും പറഞ്ഞ് കേട്ടിട്ടുമുണ്ട്. നിയമസഭയിൽ വ്യവസായ മന്ത്രി അദ്ദേഹം നേരിട്ട് വന്നതുകൊണ്ട് അതിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം കൃത്യമായത് പറഞ്ഞു. ഇവിടെ സർക്കാരിനോടൊപ്പം സഹകരിച്ചു, ഇതൊരു മാതൃകാപരമായ ഒരു തദ്ദേശീയമായ പ്രവർത്തനം കാഴ്ചവെച്ചു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. നാട്ടുകാർക്കെല്ലാം കിട്ടിയ ഒരു അംഗീകാരമായിട്ടാണ് ഞാൻ കൂട്ടുന്നത്. ഞാനതാണ് സൂചിപ്പിച്ചത്. ഞങ്ങൾ ചെയ്യുന്ന ഇത്രയും എഫേർട്സ് എടുത്തിട്ടും സർക്കാരിൻ്റെ ഒരു സപ്പോർട്ട് ആ കാര്യത്തിലില്ല. പക്ഷേ ഈ മറ്റ് മണ്ഡലങ്ങളിൽ വളരെ ഈ കൂടുതൽ കൊടുക്കുകയും ഈ ഇരിക്കൂർ പേരാവൂർ മണ്ഡലങ്ങളെ പൂർണ്ണമായി അവഗണിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കണ്ണൂർ ജില്ലയിലുള്ളത്. മറ്റെല്ലാ മണ്ഡലങ്ങളിലും MLA മാർക്ക് പറയാനുള്ളത് തന്നെയാണ്. പക്ഷേ പൊതുവേ അവർ ഡിഫൻസിൽ വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ കൊടുക്കുന്നുണ്ടെന്ന് പറയും. കാണിക്കാൻ വേണ്ടി ഈ പറയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ അവർ പറയും. ഞങ്ങളെന്നാലും വീണ്ടും പിന്നെ എന്തെങ്കിലും നാടിന് നമ്മളധികം രാഷ്ട്രീയം കൂടുതൽ സമരങ്ങളിലേക്കൊന്നും പോകാതെ തള്ളിവിടാതെ, ഇതൊന്നും നമ്മൾ സത്യത്തിൽ പ്രാദേശികമായി ഓരോ വിഷയത്തിലും ഞങ്ങൾക്ക് സമരം നടത്താം. പക്ഷേ അതിലൊന്നും ഏറ്റുമുട്ടലിലേക്ക് ഞങ്ങൾ പോയിട്ടില്ല. ഏറ്റുമുട്ടലിലേക്ക് ഞങ്ങളൊന്നും പോകാതെ വീണ്ടും മന്ത്രിയെ കണ്ട് ഈ കാര്യങ്ങൾ ബോധിപ്പിച്ച് ഈ കാര്യങ്ങൾ കൊണ്ടുവരാനാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ വേറെ രക്ഷയില്ലാതെ വരുമ്പോഴാണ് ഞങ്ങൾ ചിലപ്പോൾ സമരത്തിലേക്ക് പോകേണ്ടി വരിക. പക്ഷേ അത്തരം ഒട്ടേറെ അവസരങ്ങൾ ഞങ്ങൾക്കുണ്ടായിരുന്നു രാഷ്ട്രീയപരമായിട്ട് ഉപയോഗിക്കാനാണെങ്കിൽ. KSRTCയുടെ ഭാഗത്തു നിന്നും വലിയ തോതിലുള്ള KSRTC ഇപ്പോൾ 20ഓളം ഷെഡ്യൂളുകൾ വെട്ടിക്കുറച്ചു. 20ഓളം ഷെഡ്യൂളുകൾ നമുക്ക് വെട്ടിക്കുറച്ചുകൂടെ. അത്രയും വലിയ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുമ്പോൾ പോലും ഈ മണ്ഡലത്തിനൊപ്പം നിൽക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് സംതൃപ്തി. തീർച്ചയായിട്ടും ഓരോ ഇഞ്ചും മണ്ഡലത്തിന് കിട്ടേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി എനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം സർക്കാരിൻ്റെ ശ്രദ്ധയിൽ പെടുത്താനും നേടിയെടുക്കാനും വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി പ്രാദേശികമായി എല്ലാവരുടെയും സഹകരണം ഉറപ്പുവരുത്താനും ഞാൻ പ്രത്യേകം ശ്രമിക്കാറുണ്ട്. ഇനിയും നമുക്ക് ചെയ്യേണ്ട നിരവധിയായ കാര്യങ്ങളുണ്ട്. അത് വീണ്ടും സർക്കാർ സ്വപ്ന പദ്ധതി എന്നത് കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. എന്താണ് ഇരിക്കൂറിൻ്റെ ഒരു സ്വപ്നമായി താങ്കളുടെ മനസ്സിലുള്ളത്? ഇരിക്കൂറിൽ നമുക്ക് ഈ കാർഷിക മേഖലയിൽ വലിയ ഒരു മാറ്റം, നമ്മുടെ നാടിൻ്റെ കാർഷിക പ്രാധാന്യം കണക്കിലെടുത്ത് ചരിത്രപരമായിട്ടുള്ള നമ്മുടെ ഈ പ്രാധാന്യം വീണ്ടെടുത്ത് കർഷകരെ സഹായിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത് നമുക്കൊരു ആൾട്ടർനേറ്റീവായിട്ട് ജനങ്ങൾക്കൊരു വരുമാന മാർഗമായിട്ട് ഉയർത്തി കാണിക്കാൻ നമുക്കിനി സാധിക്കുക ടൂറിസമാണ്. ആ ടൂറിസം രംഗത്ത് ഈ സാധ്യതകളെ നമുക്ക് ഉപയോഗപ്പെടുത്തുക. ജനങ്ങൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന ഈ ചികിത്സാ സൗകര്യം അത് ഉറപ്പുവരുത്താൻ വേണ്ടിയുള്ള അതിശക്തമായിട്ടുള്ള ഒരു ശ്രമം, അത് നയപരമായ തീരുമാനവുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. എന്നിരുന്നാലും ജനങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ജീവൽ പ്രശ്നം എന്ന നിലയിലും ആ കാര്യത്തെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി സാധ്യമായ എല്ലാ വാതിലുകളും മുട്ടും. അതിനുവേണ്ടി ഒരു ശ്രമം നടത്തണം. വന്യമൃഗശല്യം പോലെയുള്ള രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഇനിയും പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുള്ള ആ പ്രശ്നത്തിന് ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാക്കണം. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പിന്നെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി, ചെറുപ്പക്കാർക്ക് വേണ്ടിയുള്ള അവർക്ക് ദിശ കാണിക്കുന്ന കുറേ കർമ്മ പരിപാടികൾ മനസ്സിലുണ്ട്. ഞങ്ങൾ കൂട്ടായി അത് ആലോചിച്ച് വരികയാണ്. കായിക രംഗത്ത് ഉൾപ്പെടെ വലിയ ഒരു റിസോഴ്സ് നമ്മുടെ മണ്ഡലത്തിനുണ്ട്. ഇരിക്കൂറിലെ മലയോര മേഖലയിലെ കായിക താരങ്ങൾ, അവരെയൊക്കെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള ആത്മാർത്ഥമായ പരിശ്രമമാണ് ഞങ്ങൾ നടത്തുക. എന്തായാലും ഇനി വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്കൊക്കെ പോകുമ്പോൾ ഇരിക്കൂർ മണ്ഡലത്തിൽ പോയി അവരോട് വോട്ട് ചോദിക്കുമ്പോൾ അവർ മുഖം തിരിക്കില്ല എന്ന് ഉറപ്പുണ്ട്. തീർച്ചയായിട്ടും ഞാൻ ഇവിടെ യാതൊരു വ്യത്യാസവുമില്ലാതെ എല്ലാവരുമായി വളരെ ഇഴകിച്ചേർന്നാണ് മുന്നോട്ട് പോകുന്നത്. പരമാവധി അവരുടെ കൂടെ നിൽക്കുന്നുണ്ട്. പരമാവധി മുഴുവൻ സമയവും അവരുടെ കൂടെ, അവരുടെ വിഷമങ്ങളിലും അവരുടെ പ്രയാസങ്ങളിലും അവരുടെ സന്തോഷത്തിലുമെല്ലാം അവരോടൊപ്പം നിൽക്കാൻ വേണ്ടി എപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. എന്തെങ്കിലും കുറവുകളോ പോരായ്മ ഉണ്ടെങ്കിൽ അത് തിരുത്തി മുന്നോട്ട് പോകാനും ഞാൻ എപ്പോഴും സന്നദ്ധനാണ്. ഞാനതാണ് നേരത്തെ സൂചിപ്പിച്ചത്. നമ്മുടെ പരിമിതികളുണ്ട്. ആ പരിമിതിക്കുള്ളിൽ നിന്ന് പരമാവധി പരിശ്രമിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. ഏതെങ്കിലും കുറവുകളോ പോരായ്മകളോ ഏതെങ്കിലും മേഖലയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ തീർച്ചയായിട്ടും ഞാൻ ശ്രദ്ധിക്കും. എപ്പോഴും അവരുടെ വാക്കുകൾ ഞാൻ ചെവി ഓർക്കാറുണ്ട്. തീർച്ചയായിട്ടും അതിന് ഒരു പ്രാമുഖ്യം നൽകും. ഏതായാലും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നാടിനെ ഒരുമിച്ച് നിർത്തുക
എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമായി ഞാൻ എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ സർക്കാരിൻ്റെ പദ്ധതികൾ മാത്രമല്ല, അതിനെ മാത്രം ആശ്രയിക്കാതെ നാട്ടുകാരുടെ സഹകരണത്തോടെ കൂട്ടായ്മയോടെ, അത് നാടിൻ്റെ ഒരു ഐക്യം കൂടിയാണ്. അപ്പോൾ അവരെ കൂടി ഈ വികസനത്തിലൊക്കെ പങ്കാളികളാക്കുക, നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രാദേശികമായ പദ്ധതികൾ നടപ്പിലാക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒന്നായി കാണുന്നു. അതിൻ്റെ ശ്രമങ്ങൾ നടത്താൻ സാധിച്ചു എന്നുള്ളതും ഒരു സന്തോഷകരമാണ്. ഇതെല്ലാം എന്നെ പ്രാപ്തനാക്കിയത്, ഒരു സാധാരണക്കാരനായ എന്നെ സംബന്ധിച്ച് നാട്ടുകാരുടെ ഒരു കക്ഷി രാഷ്ട്രീയത്തിനതീതമായി നാട്ടുകാർ സഹകരിച്ചു എന്ന ഒരു ബോധ്യം എനിക്കുണ്ട്. ഞാൻ അവരോടൊക്കെ ഹൃദയപൂർവ്വം നന്ദി പറയുകയാണ്. ഈ ഒരു UDF MLA എന്നതിന് അപ്പുറം ഒരു ജനങ്ങളുടെ MLA ആയി മാറാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന ആത്മവിശ്വാസമുണ്ട്. തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പിൽ നമ്മൾ രാഷ്ട്രീയം പറയും, നമ്മുടെ രാഷ്ട്രീയ വിശ്വാസം നമ്മൾ ഉയർത്തിപ്പിടിച്ച് തന്നെ മുന്നോട്ട് പോകുന്നു. അതേ അവസരത്തിൽ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എല്ലാവരുടെയും, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ എല്ലാവരുടെയും ജനപ്രതിനിധിയാണ്. ആ ഒരു ഉത്തമ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോകുന്നത്. കോൺഗ്രസ് പാർട്ടി എപ്പോഴും അങ്ങനെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. രാഷ്ട്രീയം നോക്കാതെ പ്രവർത്തിക്കണമെന്നാണ് പാർട്ടി പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ എപ്പോഴും ജാഗ്രതയോടെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അതിന് കോൺഗ്രസ് പ്രവർത്തകരും നേതൃത്വവും വലിയൊരു പിന്തുണ നൽകുന്നു എന്നുള്ളതാണ്, അതിനുള്ളൊരു സ്വാതന്ത്ര്യം നൽകുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഏറ്റവും കരുത്ത് പകരുന്ന കാര്യമാണ്. എന്തായാലും ഇരിക്കൂറിൻ്റെ ജനകീയ MLA, അദ്ദേഹത്തിന് ഒരുപാട് കാഴ്ചപ്പാടുകളുണ്ട്. തിരുവനന്തപുരവും ഇരിക്കൂറും തമ്മിലുള്ള ഒരു പാലം എന്നതാണ് സജീവ് ജോസഫ്. ഒരു MLA എന്നതിന് അപ്പുറം ജനങ്ങളുമായി ഉറ്റ ബന്ധം സ്ഥാപിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇരിക്കൂർ എന്നത് അദ്ദേഹത്തിൻ്റെ കർമ്മ മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ നിന്നും മാറി മറ്റൊരു ചിന്തയും ഇല്ലാത്ത MLA. ഇരിക്കൂർ, തിരുവനന്തപുരം, ഇരിക്കൂർ, ഇതിനപ്പുറത്തേക്ക് മറ്റൊരു ചിന്തയുമില്ലാതെ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന നേതാവ് കൂടിയാണ് സജീവ് ജോസഫ്. അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജനപ്രീതിയുടെ അളവ് പോലും. ഒട്ടേറെ വികസന സ്വപ്നങ്ങളുണ്ട് MLAയുടെ മനസ്സിൽ. പ്രതിപക്ഷത്തെ ഒരു MLA എന്നുള്ള നിലയിൽ വലിയ പരിമിതികളും അദ്ദേഹം പറയുന്നുണ്ട്. അതുമാറി അടുത്ത തവണ 100 സീറ്റിലധികം നേടി UDF അധികാരത്തിൽ വരുമെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് നേതാക്കളെല്ലാവരുമുള്ളത്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മാറുമ്പോൾ ഇരിക്കൂറിൻ്റെയും മുഖച്ഛായ തന്നെ മാറ്റാനുള്ള പദ്ധതികളുമുണ്ട് സജീവ് ജോസഫിൻ്റെ മനസ്സിൽ, കയ്യിൽ. അതൊക്കെ തന്നെ പ്രാവർത്തികമാക്കാൻ അടുത്ത ഊഴത്തിലും ഇരിക്കൂറിൻ്റെ MLA ആയി വരാൻ സജീവ് ജോസഫിന് കഴിയട്ടെ എന്ന ആശംസകൾ നൽകുകയാണ് ഈ ഘട്ടത്തിൽ. കണ്ണൂർ വിഷൻ BMH ക്വസ്റ്റ്യൻ അവരിൽ നമ്മൾ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ തന്നെ അദ്ദേഹം വളരെ വിശദമായി തന്നെ മറുപടി നൽകിയിട്ടുണ്ട്. രാഷ്ട്രീയമായ കാര്യങ്ങൾക്കപ്പുറം ജനകീയമായ വിഷയങ്ങളിലൂന്നിയാണ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത്. അദ്ദേഹം സംസാരിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വന്യജീവി ശല്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ്. മലയോര മേഖലയിലെ കർഷകരുടെ നാവായാണ് അദ്ദേഹം നമ്മളോട് ഈ സമയം അത്രയും സംസാരിച്ചത്. എല്ലാ ഭാവുകങ്ങളും നേരുകയാണ് തുടർന്നങ്ങോട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിൽ അഡ്വക്കേറ്റ് സജീവ് ജോസഫിന്. ജനങ്ങളുടെ നേതാവായി അദ്ദേഹം തുടർന്ന് നമ്മളോടൊപ്പം ഉണ്ടാകട്ടെ. ഇരിക്കൂറിൻ്റെ അടുത്ത MLAയുമായി അദ്ദേഹം ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. കണ്ണൂർ വിഷൻ BMH ക്വസ്റ്റ്യൻ അവറിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തയാഴ്ച മറ്റൊരു അതിഥിയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. താങ്ക് യു.